ഇനി പാലക്കാടേക്കുള്ള മറ്റൊരു വാർത്തയിലേക്കാണ്. പാലക്കാട് പൊൽപ്പുള്ളിയിൽ ഇന്നലെയാണ് കാർ പൊട്ടിത്തെറിച്ച് പരിക്കേറ്റത്. പരിക്കേറ്റ് 2 കുട്ടികൾ ചികിത്സയിലാണ്. ആ 2 കുട്ടികളുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ്. 90% പൊള്ളലേറ്റ ഇവർ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടികളുടെ അമ്മ എൽസിക്ക് 85% പൊള്ളലുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, കഴിഞ്ഞ ദിവസം കാറ് കുറച്ച് പഴക്കം ചെന്ന കാറായിരുന്നു. അപ്പോൾ ആ കാറ് ഇടയ്ക്ക് നിൽക്കാറൊക്കെ ഉണ്ടായിരുന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ കാറ് ഇവർ തന്നെ ഡ്രൈവ് ചെയ്ത് ഈ മാറ്റിന് സുഖമില്ലാത്തപ്പോഴും അവർ തന്നെയാണ് അത് കൊണ്ടുപോയിരുന്നത്. അങ്ങനെ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ഇന്നലെ ആ ഒരു കുട്ടി അമ്മയുടെ അടുത്ത് പറഞ്ഞ അമ്മ മണം വരുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതവർ കാര്യമാക്കിയിട്ടില്ല. നേരത്തെ ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. അപ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തു. ബാക്കിൽ നിന്നാണ് കത്ത് പിടിച്ചത്. ബാക്ക് കത്ത് പിടിച്ചതാണ് നാട്ടിൽ കണ്ടവരൊക്കെ പറഞ്ഞു. ബാക്കിൽ നിന്നാണ് കത്ത് പിടിച്ചതെന്ന് പറയുന്നു. കാറ് മൊത്തം കത്ത് പിടിക്കുന്ന കാരണം ആർക്കും പെട്ടെന്ന് അടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികളൊക്കെ ബാക്കിലും ഈ എൽസി ഫ്രണ്ടിലുമായിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത് കാറിൻ്റെ. അപ്പോൾ ആൾക്കാർ വരുമ്പോൾ എൽസിനെയാണ് ആദ്യം കാണുന്നത്. അപ്പോൾ എൽസി പിന്നീട് എൽസി പറഞ്ഞിട്ടാണ് അറിയുന്നത് കുട്ടികളുണ്ട് എന്നുള്ളത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, അവിടെ എന്താണ് കൃത്യമായി നടന്നത്? ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് പറയുന്നുണ്ട്. എങ്ങനെ അത് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഒരു വിശദമായി കടന്നു ചെല്ലുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് സാജിദ്? ഇന്നലെ വൈകുന്നേരമാണ് പൊൽപ്പുള്ളി അത്തിക്കോട്ടിൽ മുറ്റത്ത് ഉണ്ടായിരുന്ന കാറ് പൊട്ടിത്തെറിച്ചത്. ഇത് ഇപ്പോൾ ഫയർഫോഴ്സും മോട്ടോർ വാഹന വകുപ്പും പോലീസും പരിശോധന നടത്തിയിട്ടുണ്ട്. ഇതിൽ ഫയർഫോഴ്സിന്റെ പരിശോധനയിൽ ഷോർട്ട് സർക്യൂട്ടാണ് ഇതിന് കാരണം എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് പെട്രോൾ ടാങ്ക് ലീക്ക് ഉണ്ടായിരുന്നു. ഇതിന് കൂടെ ഇലക്ട്രിക്കൽ ഏതോ വയറ് ഷോർട്ടാകുകയും അങ്ങനെ ഈ പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ള ഒരു പ്രാഥമികമായ നിഗമനമാണ് ഉള്ളത്. ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധന ഫയർഫോഴ്സും മോട്ടോർ വാഹന വകുപ്പും നടത്തും. ഇതിൽ 2 കുട്ടികൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത്. ഇവർക്ക് 90% പൊള്ളലേറ്റിട്ടുണ്ട്. അമ്മ എൽസിക്കും 85% പൊള്ളലേറ്റിട്ടുണ്ട്. 10 വയസ്സുള്ള അലീന, 6 വയസ്സുകാരി ആൽഫിൻ, 4 വയസ്സുള്ള എമി എന്നീ കുട്ടികളാണ് ചികിത്സയിലുള്ളത്. പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സാണ് ഈ എൽസി. ഇവർ ഇന്നലെ പുറത്തേക്ക് പാലക്കാട് നഗരത്തിലേക്ക് വരാനായാണ് ഈ കാറ് എടുത്തത്. ഈ സമയത്ത് വലിയ ശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഏറെ പണിപ്പെട്ടാണ് ഈ കുട്ടികളെയും എൽസിയെയും ആശുപത്രിയിലേക്ക് എത്തിക്കാൻ അയൽവാസികൾക്കും മറ്റും കഴിഞ്ഞത്. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.